കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പാൻ കേക്ക് തയ്യാറാക്കി നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി പറഞ്ഞുതരാം. നമ്മൾ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴം നല്ല പഴുത്ത് നോക്കിയിട്ട് ഒന്നെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഈ പഴത്തിലേക്ക് നമുക്ക് മധുരത്തിന് പാകത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചൊരു നുള്ളു ഉപ്പും അതുപോലെ ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ മുട്ടേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് വാനില എസൻസും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ, ഒരു 1.5 ടീസ്പൂണോളം ഓയിലും അതേപോലെ തന്നെ പാലും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സാക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് എടുക്കുക. നല്ല സോഫ്റ്റായി കിട്ടണം. എന്നാലാണ് നമ്മളെ പാൻ കേക്കും നല്ല പോലെ തന്നെ ഒന്ന് പൊന്തി വന്ന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ കട്ടയൊന്നും ഇല്ലാണ്ട് ആ മൈദ മിക്സ് നല്ല പോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റ് തന്നെ വേണം കേട്ടോ, ലൂസായി പോകരുത്. ഇനി ഈസിയാണ്. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് നമ്മളെ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിതുവരെ പാൻ കേക്ക് ഉണ്ടാക്കി നോക്കിയില്ല, അതുപോലെ കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആദ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഒഴിച്ച് തന്നെ ഒന്ന് പാളിപ്പോയി. എന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അതിന് വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോയി. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ. നമ്മൾ 1ഉം 2ഉം അങ്ങനെ കരിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ ഞാൻ 3ാമത്തെയാണ് കറക്റ്റ് കിട്ടിയത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് മൂടി വെച്ച്. അപ്പോൾ തീ കൂട്ടാൻ പാടില്ല, കുറച്ച് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മൾ 3ാമത്തെ പാൻ കേക്ക് നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. മറ്റേത് അടി കരിഞ്ഞു പോയിന്നുള്ളൂ, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബനാന കേക്ക് നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഒരു 5-6 മാത്രമേ ചുടുന്നുള്ളൂ. എന്ന് വെച്ചാൽ സ്നാക്സ് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മോനിക്ക് വേണ്ടി മാത്രം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇതാ നമ്മളെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ സാധാരണ പാൻ കേക്കിൽ ഈ തേനൊക്കെ ഒഴിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ മിൽക്ക് മെയ്ഡാണ് മേലെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നാളത്തെ നിങ്ങളെ മക്കളെ സ്നാക്സ് ബോക്സിൽ റെസിപ്പി ഇതാവട്ടെ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.